ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ ലച്ചുമസാണ്. വെൽക്കം ടു ഏകൽ ലേണിംഗ്. നിങ്ങൾ എല്ലാവരും യുഎസ്എസ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത എക്സാമിന് വേണ്ടി സെറ്റ് ആയിട്ടിരിക്കുകയാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും ആഗ്രഹം യുഎസ്എസ് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ നമ്മുടെ എക്സാം നമ്മൾ എഴുതുന്നത് OMR ഷീറ്റിലാണ് അല്ലേ? OMR ഷീറ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച യുഎസ്എസ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാതെയാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയാണ് നമ്മുടെ OMR ഷീറ്റ് ഉപയോഗിക്കേണ്ടത്? എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ ഈ കോണ്ടന്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്കറിയാം നമ്മുടെ എക്സാം 2 പേപ്പേഴ്സ് ആണുള്ളത് അല്ലേ? പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്, രാവിലെയും എക്സാം ഉണ്ട്, ഉച്ചക്കും എക്സാം ഉണ്ട്. പേപ്പർ 1ന്റെ OMR ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ? കണ്ടിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ 7ാം ക്ലാസ്സിലായിരിക്കും ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, OMR ഷീറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇനി അങ്ങോട്ടേക്കുള്ള ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഇതുപോലത്തെ OMR ഷീറ്റിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ആൻസേഴ്സ് മാർക്ക് ചെയ്യുന്നത്. സോ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് OMR ഷീറ്റ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് മോഡൽ എക്സാംസ് ഒക്കെ ഉണ്ട്. ആ മോഡൽ എക്സാംസ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും എന്ത് ചെയ്യാൻ പറ്റും, OMR ഷീറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി പരിചയപ്പെടാനും സാധിക്കും കേട്ടോ. അപ്പോൾ OMR ഷീറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്കറിയാം നമ്മുടെ ചോദ്യങ്ങൾക്ക് 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ABCD എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. ആൻസർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആൻസർ ഏതാണോ ആ ഓപ്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് ആ സർക്കിൾ മുഴുവനായിട്ട് ഡാർക്ക് ആയിട്ട് നമ്മൾ ബബിൾ ചെയ്യണം. ഇവിടെ നമ്മുടെ OMR ഷീറ്റിൽ നമുക്ക് ഓരോരോ പോയിന്റ്സ് തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ തരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അതിലൂടെ വായിച്ചു പോവുക. ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡാർക്ക് ആൻഡ് നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ്ലി അത് മാർക്ക് ചെയ്യണം. ഓക്കെ, ഡാർക്കായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഒരു തരത്തിലും പുറത്തേക്കോ അല്ലെങ്കിൽ ഉള്ളിൽ ഇച്ചിരി ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യരുത്, മാർക്ക് ചെയ്യരുത് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് ഇതേപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ബബിളിന്റെ മുകളിൽ ക്രോസ് ഇടാനോ ടിക്ക്, നമുക്കുണ്ട് ഒരു ശീലം, കറക്റ്റ് ആണ് ടിക്ക് ഇടുന്ന ഒരു ശീലം അല്ലേ? അങ്ങനെ ടിക്ക് ഇടാനോ ചെറിയ രീതിയിൽ മാർക്ക് ചെയ്യാനോ പകുതി നമ്മൾ മാർക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല. എവറിത്തിങ് ഇറ്റ് ഈസ് ഇൻവാലിഡ്. വാലിഡ് ആയിട്ടുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ, ആ സർക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് ബബിൾ ചെയ്താൽ മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമുക്ക് ഒരു ചോദ്യത്തിന് ഒരു ഓപ്ഷനേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു, പിന്നെ ഞാൻ ഒന്നും കൂടി ഞാൻ മാർക്ക് ചെയ്യാണ്, ആ ചോദ്യം ഇൻവാലിഡ് ആയി പോകും. അപ്പോൾ നമുക്ക് ഒരു വട്ടം മാത്രമേ മാർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. ഇനി അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത്, ഏത് തരത്തിലുള്ള പെന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? വി ക്യാൻ യൂസ് ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ്സ്. ഓക്കെ, ബ്ലൂ പെന്നും ബ്ലാക്ക് പെന്നും നമുക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ക് പെൻ ഉപയോഗിക്കാൻ പാടില്ല. ബോൾ പോയിന്റ് പെന്നുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. സോ എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരേ കമ്പനിയുടെ 2 പെന്നുകൾ നിങ്ങൾ കയ്യിൽ കരുതുക. എന്തെങ്കിലും കാരണം കൊണ്ട് ഒന്ന് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റേ പെന്ന് വെച്ച് കണ്ടിന്യൂ ചെയ്യാം. ഒരിക്കലും ഡിഫറെന്റ് കളേഴ്സ് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ OMR ഷീറ്റിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കരുത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ദർ മസ്റ്റ് നോട്ട് ബി എനി കൈൻഡ് ഓഫ് മാർക്സ് അല്ലെ? എന്ത് ചെയ്യരുത്, ഒരു തരത്തിലും നമ്മൾ എന്താണ് മാർക്കുകൾ നമ്മുടെ ഷീറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ബാർകോഡ്, ഇവിടെ നമുക്ക് ബാർകോഡ് ഉണ്ട് അല്ലേ, അവിടെ ഒരു തരത്തിലുള്ള ലൈൻ ഇടാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ ചുളിയാൻ പാടില്ല. എപ്പോഴും ശ്രദ്ധിക്കണം എന്താണ്, ദ ഐറ്റംസ് ഡു നോട്ട് ഫോൾഡ് ഓർ ഡാമേജ് യുവർ ഷീറ്റ്. നമ്മുടെ ഷീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം കേട്ടോ. അപ്പോൾ പെന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. മാത്രമല്ല ഓരോരോ ചോദ്യത്തിനും ഓരോരോ മാർക്കാണുള്ളത്. പാർട്ട് 1ൽ നമുക്ക് 50 ചോദ്യങ്ങളാണുള്ളത്. അതിൽ 45 ചോദ്യങ്ങളുടെ കറക്റ്റ് ആൻസേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ 50 ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിക്കോളൂ. 50 ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്തോളൂ. നിങ്ങൾ ആ അറ്റൻഡ് ചെയ്തതിൽ കറക്റ്റ് ആയിട്ടുള്ള 45 ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വാല്യുവേഷൻ എടുക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ എന്താണ്, പേപ്പർ 2ൽ 55 ചോദ്യങ്ങളാണുള്ളത്. 45 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുക്കുന്നത്, മാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ 55 ചോദ്യങ്ങൾ നിങ്ങൾ എടുക്കുക. കാരണം തെറ്റിപ്പോകുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവാം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, ടെൻഷൻ ഇല്ല. നമുക്ക് ചാൻസ് USS നേടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയുള്ള ഓരോരോ ബോക്സസ് എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്. ഇപ്പോൾ എൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നായതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഒരിക്കലും തെറ്റരുത്. ഓരോരോ ബോക്സിൽ ഓരോരോ ലെറ്റേഴ്സ് ആയിരിക്കണം കേട്ടോ. SREELAKSHMI ശ്രീലക്ഷ്മി. എല്ലാ ലെറ്റേഴ്സും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഇനീഷ്യൽ C ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ബോക്സ് വിട്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇനീഷ്യൽ എഴുതുന്നത് കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതരുത്. പേര് എഴുതുന്നു, ഒരു സ്പേസ് വിടുന്നു, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനീഷ്യൽ എഴുതുന്നത്. ഇനി റോൾ നമ്പർ ചോദിച്ചിട്ടുണ്ട് അല്ലേ? റോൾ നമ്പർ നിങ്ങൾ വിചാരിക്കുക 949768 എന്നാണ് നമ്മുടെ റോൾ നമ്പർ വന്നത്. അപ്പം മാർക്ക് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. 9ന്റെ താഴെ തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ 9 മാർക്ക് ചെയ്യുന്നത്. 9 മാർക്ക് ചെയ്തു.
4 മാർക്ക് ചെയ്തു, 9 മാർക്ക് ചെയ്തു, 7 മാർക്ക് ചെയ്തു, 6 മാർക്ക് ചെയ്തു, 8 മാർക്ക് ചെയ്തു. അപ്പോൾ ആദ്യം നിങ്ങൾ കറക്റ്റായിട്ട് റോൾ നമ്പർ എഴുതുക. റോൾ നമ്പർ നേരെ നോക്കിയിട്ട് നമ്മൾ ഓരോരോ നമ്പേഴ്സ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടാവും അല്ലേ, ഒരു ബുക്ക് രൂപത്തിലാണ് തന്നിട്ടുണ്ടാവുക. അതിൻ്റെ ഫ്രണ്ട് പേജിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ്റെ ബുക്ക്ലെറ്റ് നമ്പർ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ എഴുതുന്നു കേട്ടോ. 4 5 6 1 2 3 ആണെന്ന് വിചാരിക്കും. റഫ് നമ്പേഴ്സ് ആണ് എഴുതുന്നത്. അത് നമ്മൾ അതേപോലെ എഴുതുന്നു. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, 4 5 6 1 2 3 നമ്മൾ മാർക്ക് ചെയ്യുന്നു കേട്ടോ. മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതേപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്കത് എന്താണ്, ഇൻവാലിഡ് ആയിട്ടാണ് വരുന്നത്. ഇനി സെറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ നമുക്ക് സെറ്റിൻ്റെ കോഡ് തന്നിട്ടുണ്ടാവും. ABCD എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. ഏതെങ്കിലും ഒന്നായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഏതാണോ നമ്മളുടെ കോഡ് തന്നിരിക്കുന്നത്, ആ കോഡാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ലാംഗ്വേജ് AT ഉണ്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് ലാംഗ്വേജ് BT ഉണ്ട് അല്ലേ. ഫസ്റ്റ് ലാംഗ്വേജ് AT നിങ്ങൾ എന്താണോ ചൂസ് ചെയ്തിരിക്കുന്നത്, മലയാളമാണെങ്കിൽ മലയാളം, തമിഴാണെങ്കിൽ തമിഴ്, കന്നഡ, അറബിക്, ഉറുദു, സംസ്കൃതം ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തത് ഫസ്റ്റ് ലാംഗ്വേജ് BT എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് മലയാളമാണെങ്കിൽ മലയാളം എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യാം. ഇനി എന്താണ് മീഡിയം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മീഡിയം എന്താണെന്ന് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ആ മീഡിയം ഏതാണെന്ന്, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം ആണെങ്കിൽ മലയാളം, ഇനി തമിഴ് കന്നഡ ആണെങ്കിൽ അത് ഏതാണോ കറക്റ്റായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ ആദ്യമേ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്, അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇനി ജെൻഡർ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സിഗ്നേച്ചർ ഇടാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്, സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഗ്നേച്ചറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് മാർക്ക് ചെയ്യേണ്ടത്. മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ബോക്സിന്റെ പുറത്തേക്ക് നമ്മുടെ സിഗ്നേച്ചർ പോകരുത്. ആ ബോക്സിനുള്ളിൽ സിഗ്നേച്ചർ മാത്രം ഇട്ടാൽ മതി, പേര് എഴുതേണ്ട ആവശ്യമില്ല. ഇനി താഴെ നോക്കിക്കേ, സിഗ്നേച്ചർ ഓഫ് ദ ഇൻവിജിലേറ്റർ. നമ്മുടെ ക്ലാസ് എക്സാം ഹാളിൽ ഏത് ഫാക്കൾട്ടിയാണുള്ളത്, ഏത് ടീച്ചറാണുള്ളത്, ആ ടീച്ചർ നിങ്ങളുടെ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സൈൻ ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾ ഈ ആൻസർ ഷീറ്റ് തിരിച്ച് ഇൻവിജിലേറ്ററിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക, ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എന്താണ്, ഈ ഒരു കോളം നിങ്ങൾ നോക്കണ്ട. ഈ കോളം നമ്മുടെ എക്സാമിന് ശേഷം എന്ത് ചെയ്യുന്നതാണ്, യെസ്, ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്ന അധികൃതർ ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്, നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്കാണ് അല്ലേ. നമ്മുടെ പേപ്പർ 1-ൽ 3 പാർട്ടുകളാണുള്ളത്. പാർട്ട് A, പാർട്ട് B, പാർട്ട് C. പാർട്ട് എന്റെ അകത്ത് നമുക്കറിയാം എത്ര ചോദ്യമാണ്, 15 ചോദ്യമാണ്. ഒന്നാം ഭാഷ ഭാഗം 1 അല്ലേ. പാർട്ട് B എന്ന് പറഞ്ഞാൽ ഒന്നാം ഭാഷ ഭാഗം 2 15 ചോദ്യങ്ങളുണ്ട്. എന്നാൽ നമുക്ക് എത്ര മതി, 10 ചോദ്യങ്ങൾ മാത്രം മതി. 10 ചോദ്യങ്ങളുടെ കറക്റ്റ് ആൻസർ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി പാർട്ട് C ഗണിതത്തിൽ 20 ചോദ്യങ്ങളാണ് അല്ലേ. മൊത്തം നമുക്ക് എത്രയാണ്, 50 ചോദ്യങ്ങളാണുള്ളത്. അപ്പം ഞാൻ പറയുന്നു, മൊത്തം 50 ചോദ്യങ്ങളല്ലേ ഉള്ളത്. ആ 50 ചോദ്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ആ 15 എണ്ണത്തിൽ 10 എണ്ണം മതി എന്ന് വിചാരിച്ചിട്ട് 10 എണ്ണം മാത്രമേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന എല്ലാ ചോദ്യങ്ങളും, ഒരു ചോദ്യം പോലും വിടാതെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ ചെയ്യുക. കറക്റ്റ് ആയിട്ടുള്ള മാർക്കുകൾ എന്ത് ചെയ്യുന്നതാണ്, യെസ്, ഇത് നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഓരോരോ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഒരേ ചോദ്യത്തിന് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, 2 വട്ടം നിങ്ങൾ മാർക്ക് ചെയ്യരുത്. ഓരോരോ ചോദ്യം വായിക്കുക, അതിൻ്റെ നേരെ തന്നെ നിങ്ങൾ നേടണം, അതിൻ്റെ ആൻസേഴ്സ് മാർക്ക് ചെയ്യണം. ഇനി നമ്മുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാം ആണ് പേപ്പർ 2 അല്ലെ. നമുക്ക് 3 പാർട്ടുകളാണ്. പാർട്ട് A ഇംഗ്ലീഷിന് 15 മാർക്കാണ്. പാർട്ട് B അടിസ്ഥാന ശാസ്ത്രത്തിന് 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. എന്നാൽ അതിൽ 15 എണ്ണം മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി അല്ലേ. അതേപോലെ പാർട്ട് C സാമൂഹ്യ ശാസ്ത്രം, സോഷ്യൽ സയൻസ് ആണ്. 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. നമുക്ക് എന്ത് ചെയ്താൽ മതി, 15 എണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. എന്നാൽ നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക. ഇനി നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് തെറ്റിപ്പോയാലും നമുക്ക് ടെൻഷൻ അടിക്കണ്ട അല്ലേ. 15 എണ്ണം മാത്രമല്ല നമ്മൾ മാർക്ക് ചെയ്തത്, 20 എണ്ണത്തിൽ 20 എണ്ണവും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് USS കിട്ടാനുള്ള സ്കോപ്പ് കുറച്ചും കൂടി കൂടുതലാണ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസേഴ്സ് മാർക്ക് ചെയ്യാം. പേപ്പർ 2 ഇതേപോലെ നമുക്ക് എന്തുണ്ട്, OMR ഷീറ്റ് നമുക്ക് തരുന്നു. ആ OMR ഷീറ്റ് നേരത്തെ പറഞ്ഞ അതേ ഫോർമാറ്റ്, ഒരു വ്യത്യാസവും ഇല്ല. അതേ ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. പിന്നെ നമുക്ക് വരുന്നത് ഇതാ ഇവിടെ പാർട്ട് A, പാർട്ട് B, പാർട്ട് C എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ 3 പാർട്ടുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ആൻസേഴ്സ് മാർക്ക് ചെയ്യുന്നു. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഒരേ ബോൾ പോയിന്റ് പെൻ ആയിരിക്കണം ഉപയോഗിക്കുന്നത്. ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്. മാത്രമല്ല നമ്മൾ ഒരു ചോദ്യത്തിന് ഒരു ആൻസർ മാത്രമേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. മാർക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ബബിൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് OMR ഷീറ്റ് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മാത്രമല്ല ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കാരണം ഈ വരാൻ പോകുന്ന USS എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.